കൊല്ലം തേവലക്കര ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റു മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സ്കൂളുകളിൽ അടിയന്തര സുരക്ഷാ ഓഡിറ്റ് നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇതിന്റെ ഭാഗമായി നാളെ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ യോഗം ചേരും. ജൂലൈ 25 മുതൽ 31 വരെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്കൂളുകളിൽ നേരിട്ട് പരിശോധന നടത്തും. മിഥുന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. സ്കൂൾ സുരക്ഷയെ മുൻനിർത്തി അടിയന്തര ഓഡിറ്റ് നടത്തുവാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. ജൂലൈ മാസം 22 ചൊവ്വാഴ്ച പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം തിരുവനന്തപുരത്ത് ശിക്ഷക് സദനിൽ രാവിലെ 9:30 ചേർന്നു. കൊല്ലത്ത് നടന്ന സംഭവത്തിൽ അന്ന് അവിടെ ഇല്ലായിരുന്നു. അന്ന് എയുടെ ചുമതല ഉണ്ടായിരുന്ന AED ഉദ്യോഗസ്ഥന്മാരെയും സ്വീകരണം ചോദിച്ചിട്ടുണ്ട്, നടപടി സ്വീകരിക്കുന്നതിന്. അതുപോലെ മാനേജ്മെന്റിന് 3 ദിവസത്തിനകം മറുപടി നൽകുന്നതിന് വേണ്ടിയുള്ള നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഇനി വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ വകയായി ഒരു 20 ലക്ഷത്തിന് താഴെയുള്ള ഒരു നല്ല വീട് വെച്ച് കൊടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്.